നസ്ലിൻ്റെ റിബ് ബ്രൂസ് ആയിട്ടുണ്ട്. ട്രെയിനിങ്ങിനൊക്കെ സ്പാറിങ്ങിനിടയ്ക്ക് പഞ്ച് കിട്ടിയിട്ട്. ഔട്ട്സൈഡ് ഫൈറ്റിൻ്റെ സമയത്ത് ലുക്കുവിൻ്റെ നക്കിൾ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗണപതിയുടെ റിബ് ബ്രൂസ് ആയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയ ട്രാൻസ്ഫോർമേഷൻ അവിടെ കിട്ടിയത്. അത് ലുക്മാൻ്റെ 100% ഡെഡിക്കേഷൻ വേണ്ടി മാത്രം നടന്ന കാര്യമാണ്. ഫസ്റ്റ് ഡേയിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുണ്ടാണല്ലോ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഡെപ്തിലേക്ക് പോയത് കോച്ച് പുള്ളിയാണ്. അത് ഏകദേശം ഒരു വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യമാണ് നമ്മൾ ഈ 3 മാസത്തിൽ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയത്. അത് റൊമാൻ്റെ ഐഡിയ ആണ്. അനഘ ഒരു ഡാൻസർ ആയതുകൊണ്ട് അവളെ ഇന്ന സ്റ്റൈലിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഹി ഹാഡ് എ വിഷൻ. ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഇതിനകത്തായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്കില്ലായിരുന്നു. എല്ലാവർക്കും നല്ല പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല എൻജോയ് ചെയ്തിരുന്നു അവർ. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന് അന്നേരം കോൾ വരും. ഹായ് ഹലോ നമസ്കാരം, കൗമുദി മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് 2 ട്രെയിനേഴ്സാണ്. നമ്മുടെ ആലപ്പുഴ ജിങ്കാനയിലെ പിള്ളേരെ മേക്ക് ഓവർ ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത 2 ട്രെയിനേഴ്സ്, അലി ഷിഫാസ് ആൻഡ് ജോഫിൽ. വെൽക്കം ടു കൗമുദി മൂവീസ്. താങ്ക് യു. ഇപ്പോൾ ആലപ്പുഴ ജിങ്കാന റിലീസാവാനിരിക്കുകയാണ്. അപ്പോൾ അത് പടത്തിൻ്റെ തുടക്കം മുതലുള്ള ആൾക്കാരെന്നുള്ള രീതിക്ക് നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, എങ്ങനെ എക്സൈറ്റഡ് ആണ് നിങ്ങൾ? അത് നമ്മുടെ വർക്ക് ആൾക്കാരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ലാതെ കൂടുതൽ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഷിഫാസിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ്? അതായത് നമ്മൾ ഈ ട്രെയിനിങ് സമയത്ത് നേരിട്ട് കണ്ടിരുന്ന അവരുടെ എല്ലാ ആക്ടിവിറ്റീസും പ്രാക്ടീസും എല്ലാം ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മൂവിക്ക് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ റഹ്മാൻ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്? റഹ്മാൻക്ക് ഓൾമോസ്റ്റ് ഒരു 2 ഇയർ ആയിട്ട് എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. റഹ്മാൻക്കും ലുക്മാനായിരുന്നു ആദ്യം എൻ്റെ അടുത്ത് വന്നിരുന്നത്. ലുക്മാൻ ത്രൂ ആണ് റഹ്മാൻക്ക് വന്നത്. അപ്പോൾ ഡ്യൂറിങ് ആ സമയത്തൊക്കെ പുള്ളി തല്ലുമാല മൂവി കഴിഞ്ഞു, മഞ്ഞുമലിലെ അഭിനയമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നെക്സ്റ്റ് മൂവി എന്തായിരിക്കണം എന്നുള്ളത്. പക്ഷെ ഒന്നും നമ്മളോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, നിനക്കൊരു പണി വരുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ ഒരു പടം ഉടൻ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ കുറച്ച് ആൾക്കാരെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടി വരും, അവരെ മേക്ക് ഓവർ ചെയ്ത് ഇപ്പോഴത്തെ കോലത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടി വരും, കുറച്ച് ടാസ്കുള്ള പണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ്. അപ്പോഴും എനിക്ക് ആക്ടേഴ്സ് ആരെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മൊത്തം ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അറിയിക്കാം ആരൊക്കെയാണെന്ന്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഉള്ളത് അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് എത്തുന്നത്. ജോഫിൽ എങ്ങനെയാണ് പ്രൊജക്റ്റിലെത്തുന്നത്? എനിക്ക് റഹ്മാനെ ആദ്യമേ പരിചയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നസ്ലിനെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് അജിത്ത്. അപ്പോൾ അജിത്തിൻ്റെ ജിമ്മിൽ ഓൾറെഡി നസ്ലിൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അജിത്ത്. അപ്പോൾ അങ്ങനെ ചെന്നു, ഞാൻ നസ്ലിനെ പരിചയപ്പെട്ടു. അപ്പോൾ നസ്ലിൻ ഒരു 1 വീക്കോളം ട്രെയിൻ ചെയ്തു ഞങ്ങൾ. അത് കഴിഞ്ഞാണ് പിന്നെ റഹ്മാനെ മീറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇവരെ ആരെയും പരിചയമില്ലായിരുന്നു, ഞാൻ ഇവരുടെ ആരുടെയും മൂവി കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആരുടെയും മൂവി കണ്ടിട്ടില്ലായിരുന്നു. നസ്ലിൻ്റെ ഒന്നും അറിയത്തില്ലായിരുന്നു. നസ്ലിൻ ഒരു ആക്ടർ ഉണ്ട് എന്ന് പറഞ്ഞ് അറിയാം, അല്ലാതെ ഞാൻ ഇവരുടെ ഒന്നും മൂവി കണ്ടുള്ള പരിചയമില്ല. ഞാൻ തല്ലുമാല പോലും കണ്ടിട്ടില്ലായിരുന്നു. മൂവിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മൂവിയായിട്ട് നമ്മുടെ ആ റൂട്ടീൻ കാരണം മൂവി കാണാൻ പറ്റാതെ പോകുന്നതല്ല, അതായത് മൂവിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പിന്നെ അങ്ങനെയാണ് ഞാൻ നസ്ലിനെ ആദ്യം ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിന് റഹ്മാനുമായിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എന്നോട് റിക്വയർമെൻറ്റ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇങ്ങനെ ഒരു മൂവിക്ക് വേണ്ടി ട്രെയിൻ ചെയ്യണം. അപ്പോൾ അത് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എഗ്രി ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രഷേഴ്സിനെ ബോക്സിംഗ് പഠിപ്പിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു മൂവി. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു എഗ്രിമെൻറ്റിലാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റഹ്മാൻ ആണെങ്കിലും ജിംഷി ആണെങ്കിലും ബോക്സിങ്ങിനെ കുറിച്ച് അറിയാം. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് തരുന്ന ഒരു നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? റഹ്മാനും ജിംഷിക്ക് ഓൾറെഡി ഒരു ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അവരുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പം എന്നോടൊരു കാര്യം ഡെലിവറി ചെയ്യാൻ പറയും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡിസൈൻ, അപ്പോൾ അതിനനുസരിച്ച് ഒരു കോമ്പിനേഷൻ ഓഫ് പഞ്ചസ് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും. അപ്പം ഞാൻ അതിനനുസരിച്ച് ആ മൂഡിനനുസരിച്ച് ഓരോ ഫൈറ്റിനും ഓരോ സ്റ്റൈലാണല്ലോ, അത് സ്റ്റൈലിസ്റ്റിക്കലി നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വാസ് വെരി ക്ലിയർ. അപ്പോൾ ഞാൻ പറയുന്നതും മനസ്സിലാവുന്നുണ്ട്, അവർക്കും ഒരു ധാരണയുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ ട്രെയിനിങ് ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഇവരെ സ്കെഡ്യൂൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 5-6 hours ട്രെയിനിങ് മാത്രമായിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ ഒരു 1.5-2 hours ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു ലഞ്ച് എടുത്ത് ഒരു 1 hour, ഹാഫ് ആൻ അവർ 1 hour ബ്രേക്ക് കിട്ടുമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 hours ബോക്സിങ് ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഓൾ ഡേ
രാവിലെ എഴുന്നേൽക്കാം, വർക്കൗട്ട് ചെയ്യാം, ഫുഡ് കഴിക്കാം, ബോക്സിങ് ചെയ്യാം, ഉറങ്ങാം. ഈ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ബോക്സിംഗ് സ്റ്റൈൽ ഉണ്ടാവല്ലേ, അപ്പോൾ അതെങ്ങനെ ഡിസൈൻ ചെയ്തത്? അത് ഞാനല്ലായിരുന്നു ആ സ്റ്റൈല് ഡിസൈഡ് ചെയ്തിരുന്നത്. സ്റ്റൈല് റഹ്മാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. പുള്ളിയാണ് ഫുൾ ഐഡിയ എനിക്ക് തരുന്നത്. അപ്പോൾ എന്നോട് പറയും ഈ ഫൈറ്റ് ഈ മോഡാണ്, അപ്പം അതിനനുസരിച്ചുള്ള ഒരു കൊറിയോഗ്രഫിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ അത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ എങ്ങനെയായിരുന്നു? അനഘയുടെ സ്റ്റൈലിംഗ് എങ്ങനെയായിരുന്നു? അനഘയുടെ കുറേയൊക്കെ ഒരു ഡിഫെൻസീവ് മൂവ്മെൻറ്റ്, നല്ല അനഘ ഒരു ഡാൻസർ ആയതുകൊണ്ടും അഗെയിൻ അത് റഹ്മാൻ്റെ ഐഡിയ ആണ്. അനഘ ഒരു ഡാൻസർ ആയതുകൊണ്ട് അവളെ ഇന്ന സ്റ്റൈലിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഹി ഹാഡ് എ വിഷൻ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഡിസൈൻ എന്നോട് ആവശ്യപ്പെടും, ഞാനത് ഡെലിവർ ചെയ്തു. നസ്ലിൻ്റെ എങ്ങനെയായിരിക്കും? അപ്പോൾ നസ്ലിൻ്റെ കുറച്ചുകൂടെ അത് പടം കാണുമ്പം മനസ്സിലാവും. അതൊരു ഓരോരുത്തരുടെയും ഫൈറ്റിന് ഓരോ സ്റ്റൈലാണ്. ഓരോ 7 ഫൈറ്റും കുറേ ഫണ്ണിയാണ്, കുറേ തമാശയുള്ള കാര്യങ്ങളുണ്ട് അതിനകത്ത്, കുറേ സീരിയസ് ആയിട്ടുള്ള കുറേ ഇമോഷൻസ് നിറഞ്ഞ ഫൈറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് അത് പോയിരുന്നത്. ഓരോരുത്തരും ഇതിൽ ആർട്ടിസ്റ്റുകൾ മൊത്തം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. റഹ്മാൻക്ക് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇഞ്ചുറീസ് വരും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ പ്രാക്ടീസിൽ സമയത്തോ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തത്? അത് പറയുകയാണെങ്കിൽ നല്ല രസം. കുറേ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നസ്ലിൻ്റെ റിബ് ബ്രൂസ് ആയിട്ടുണ്ട് ട്രെയിനിങ്ങിനൊക്കെ, സ്പാറിങ്ങിനിടയ്ക്ക് പഞ്ച് കിട്ടിയിട്ട്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ ഗണപതിയുടെ റിബ് ബ്രൂസ് ആയിട്ടുണ്ട്. പിന്നെ മറ്റേ ഔട്ട്സൈഡ് ഫൈറ്റിന്റെ സമയത്ത് ലുക്കുവിന്റെ നക്കിൾ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് നസ്ലിൻ ഒരു പഞ്ച് ത്രോ ചെയ്ത് അപ്പം മറ്റവരുടെ ടൈമിങ് പോയിട്ട് ഒരാളുടെ നോസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ബിക്കോസ് ഇവര് ട്രെയിൻഡ് ആണല്ലോ 2-3 മാസമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അതൊരു 6 months ഗ്യാപ്പിൽ ഇവർ അത്യാവശ്യം ട്രെയിൻഡ് ആയതുകൊണ്ട് ഇവര് ആ സ്പീഡും ആ പവറും ഒക്കെ പിക്കപ്പ് ചെയ്തു. പക്ഷേ സന്ദീപിനും ഫ്രാങ്കോക്കൊക്കെ ത്രൂ ഔട്ട് ഇടയ്ക്ക് 3-4 പ്രാവശ്യം പനി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഇന്റൻസിറ്റി കാരണവും ചില ദിവസം സ്പാറിങ് ആദ്യമായിട്ടാണ് സ്പാറിങ് ഒക്കെ ചെയ്യുന്നത്. ലൊക്കേഷനിൽ കളമശ്ശേരിയിൽ പോലും കാരണം ഒരു റൂമിൽ കിടക്കുന്നുണ്ട്, പനി പിടിച്ച് ഷോട്ട് സമയത്ത് ഷോട്ട് എടുക്കും. എനിക്കൊന്ന് ഒരു ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺകഷൻ പോലത്തെ ഒരു ഇഞ്ചുറി ഇതുവരെ ആർക്കും വന്നിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഡാമേജസ്, ചെറിയ ഇഞ്ചുറീസ് ഒക്കെ മൈൻഡ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ബോക്സേഴ്സ് ആണ്, അവർക്ക് ചെറിയ മൈൽഡ് ഇഞ്ചുറീസ് വരാം. പക്ഷെ അതൊന്നും ട്രെയിനിന് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എല്ലാവരും ആയിരുന്നു. അതുകൊണ്ട് ഈ മൂവിയുടെ മുമ്പ് എന്താണോ നമുക്ക് ചെറിയ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഇഞ്ചുറി പറ്റി 3 ആഴ്ച റെസ്റ്റ് വേണം ഡോക്ടർ പറഞ്ഞു, ആ സംഭവത്തിൽ നടക്കില്ലായിരുന്നു. അത് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തത്? നമുക്കിപ്പോൾ എനിക്ക് വർക്കൗട്ട് ഇപ്പോൾ ലുക്മാൻ്റെ ഒക്കെ കയ്യിലൊക്കെ ഇഞ്ചുറി പറ്റിയപ്പോൾ നമ്മൾ വേറൊരു ആ ഇഞ്ചുറിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്തായിരുന്നു. കുറച്ച് വേറെ എക്യുപ്മെന്റ്സ് ഒക്കെ കയ്യിൽ വെച്ച് അതിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. ബോക്സിങ്ങിലാണെങ്കിലും കോച്ചാണെങ്കിലും നെസ്റ്റിലാണെങ്കിലും ഇപ്പോൾ ഓരോ ഇഞ്ചുറി വരുന്നുണ്ടെങ്കിലും ആ ഇഞ്ചുറിയിലേക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ട്രെയിനിങ് ഡിസൈൻ കൊടുക്കും, സ്റ്റിൽ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെയാണ് ഈ പടമായിട്ട്? നിങ്ങൾക്കിപ്പോൾ ചിലപ്പം പേഴ്സണൽ ലൈഫ് ഉണ്ടാകും, അതിനൊപ്പം ഈ പടവും കൂടെ കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഇതിനകത്തായിരുന്നു ഈ പടത്തിൻ്റെ ഫുൾ ടൈം. അതായത് ഒരു സെപ്പറേറ്റ് ലൈഫ് ആയിട്ട് കണ്ടിട്ടില്ല. അത് ഒരു 2 weeks എല്ലാവരുമായിട്ട് ഒരു ബോണ്ടിങ് ആയി. എല്ലാവരും ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി. അപ്പം റഹ്മാനും ജിംഷിയായിട്ട് കണക്റ്റഡ് ആയി. ആ കണക്ഷൻ ഇന്ന് വരെ ഉണ്ട്. ഷിഫാസ് എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം നമ്മൾ കമ്മിറ്റ് ചെയ്ത മുതൽ നമ്മൾ പേഴ്സണലി ഇതിൽ ഫുള്ളി കമ്മിറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പുതിയ ട്രെയിനിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. എനിക്കാണെങ്കിലും കോച്ചിനാണെങ്കിലും എനിക്കൊരു പുതിയ ആൾക്കാർ ഓൾറെഡി ട്രെയിൻ ചെയ്തിരുന്ന ആൾക്കാരുടെ ട്രെയിനിങ് അടക്കം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. കാരണം അത്ര അവേഴ്സ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണമായിരുന്നു. സോ നമ്മൾ പേഴ്സണലി കുറച്ച് ക്ലയൻസിൻ്റെ ട്രെയിനിങ് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഈ മൂവി കഴിയുന്നവരെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് കുറച്ച് ഫ്രീ ആയിട്ട് പഴയ പോലെ വർക്ക് ചെയ്ത് തുടങ്ങിയത്. കാരണം അത്ര എഫേർട്ട് എടുത്താലേ മൂവിയിൽ റിസൾട്ട് ഉണ്ടാവുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 പേരും കുറച്ച് നമ്മളെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ട്രെയിനിങ് ടൈമെല്ലാം കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാര്യം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ആക്ടേഴ്സ്, ഇവർ ബോക്സേഴ്സ് അല്ല, ഇവർക്കൊരു ബോക്സിങ് എക്സ്പീരിയൻസോ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 2 to 3 months ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ഡെഫിനറ്റ്ലി ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ അവരും ഒരു 100% ആണ് അതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ റഹ്മാൻ ആണെങ്കിലും ഓരോന്നും മോണിറ്റർ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇവരുടെ ഡേ ടു ഡേ, ഇവരുടെ വെയിറ്റ് ആണെങ്കിലും ശരി, ഇവരുടെ ഡയറ്റ് ആണെങ്കിലും ശരി, ഈ ഡയറ്റ് പ്ലാൻ നോക്കിയിരുന്നത് അത് ഫുൾ ഷിഫാസ് ആണ് ചെയ്തത്. നമ്മളിവിടെ ഓരോ ബോക്സേഴ്സിനും ഓരോ വെയിറ്റ് കാറ്റഗറി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷനൊക്കെ 50 kg 55 kg കാറ്റഗറി, അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോ വെയിറ്റ് കാറ്റഗറി ഉണ്ടായിരുന്നു.
അപ്പോൾ അവരെ ആ വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരെ ആ വെയിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരു ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെ ബോഡി വെയിറ്റ് അയക്കണം, വെയിൻ സ്കെയിൽ അയക്കണം, അങ്ങനെ ഓരോ ടാർഗറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ റഹ്മാൻക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിവസം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടെങ്കിൽ റഹ്മാൻക്ക് തന്നെ അതിൽ പറയും, എല്ലാം ഒന്നും പോക്കൊന്നും ശരിയല്ല, എല്ലാം ശ്രദ്ധിക്കണം, ഉഴപ്പരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല എൻജോയ് ചെയ്തിരുന്നു അവർ. എല്ലാവരെയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന് അന്നേരം കോൾ വരും, ഇതെന്താണ് ഇങ്ങനെ സംഭവം കോച്ച്, ഇതെന്താണ് ചെയ്യേണ്ടത്, അപ്പം ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. പക്ഷേ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. ഇതില് ലേസി ആയിട്ടുള്ള ആള് അങ്ങനെയുണ്ടോ? ലേസി സ്റ്റുഡിയോസ് അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്കില്ലായിരുന്നു. ലേസി ആകാനുള്ള കാര്യം അവരെ നിലത്ത് നിർത്തിയിട്ടില്ല. പണിഷ്മെന്റ് ഒക്കെ കൊടുക്കായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ഞാൻ കൂടെ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ടാർഗറ്റ് കൊടുത്തു, നമ്മളൊരു ഗ്രൂപ്പിൽ ഫോർ എക്സാമ്പിൾ സ്ക്വാട്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സ്ക്വാട്സ് ഒരു 50 സ്ക്വാട്സ് ചെയ്യുമ്പം ഒരാൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 എണ്ണം കൂടും. അപ്പോൾ അത് ഞാനും കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്ത് എല്ലാവരും കൂടെ അനുഭവിക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. ഇതിലിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് ലുക്മാൻ ആണല്ലേ? ലുക്മാൻ്റെ ബോഡി ചേഞ്ച് ആയത് ഭയങ്കര ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ലുക്മാനായിട്ടുള്ള ഒരു കൊളാബ് എങ്ങനെയായിരുന്നു? ലുക്മാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര ടാർഗറ്റ് ആയിരുന്നു. കാരണം അന്ന് ലുക്മാൻ ഒരു 85 kg എന്തോ ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ലുക്മാൻ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ലുക്മാനോട് തന്നെ റഹ്മാൻക്ക് പറഞ്ഞു, നീ ശരിയാവില്ലേ പടത്തിൽ, കാരണം അത് ഇതിലൊരു നിനക്ക് ഒരു 10-15 കിലോ കുറക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്ക് വേണ്ടത്. അപ്പോൾ ലുക്മാൻ പറഞ്ഞു 15 അല്ലേ, ഞാൻ കുറക്കാം. കാരണം ലുക്മാന് ആവശ്യമായിരുന്നു ഈ ഒരു ക്യാരക്ടർ. കാരണം ലുക്മാൻ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ കുറക്കാം. അപ്പം ഞാനും വിചാരിച്ചു, കാരണം ലുക്മാൻ അങ്ങനെ ഒരുപാട് ഒബീസായ ആളല്ല, പക്ഷെ എന്നാലും നല്ലൊരു ഗുഡ് ജനറ്റിക് ഉണ്ടായിരുന്നില്ല ലുക്മാന്. അപ്പോൾ അതിൽ 15 കിലോ കുറക്കാന്ന് പറഞ്ഞാൽ പ്യുവർലി ഫാറ്റ് ലോസ് ചെയ്യണം, എന്നാലും കുറച്ച് മസിൽ ബിൽഡ് ചെയ്യാൻ വേണം. അതൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയ ട്രാൻസ്ഫോർമേഷൻ അവിടെ കിട്ടിയത്. അത് ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ലുക്മാൻ്റെ 100% ഡെഡിക്കേഷൻ വേണ്ടി മാത്രം നടന്ന കാര്യമാണ്. ഇതിലിപ്പം ഓപ്പോണന്റ് ആയിട്ട് വന്ന ആൾക്കാർ ശരിക്കും ബോക്സേഴ്സ് തന്നെയാണല്ലേ? അതെ. അപ്പോൾ അവരുമായിട്ട് ഈ ഫൈറ്റ് നടക്കുമ്പോൾ അത് കൊറിയോഗ്രാഫിയിൽ എങ്ങനെയാണ് ചെയ്തത്? അതാണല്ലോ നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ കാണും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ടൈമിംഗ് കാണും, അതിനനുസരിച്ച് ഒരു ഡിസൈൻ ചെയ്യും. അപ്പോൾ റഹ്മാനാണ് തീരുമാനിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മോഡ്. അപ്പം അത് നമ്മളങ്ങനെ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് കുറച്ച് സമയം തരും അത് ഡിസൈൻ ചെയ്യാൻ. ആ സമയത്ത് ഡിസൈൻ ചെയ്ത് അത് ഡെലിവർ ചെയ്യും. അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഷോട്ട് കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര അത് പാടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഡെഫിനറ്റ്ലി അവർക്കത് എല്ലാം ചാലഞ്ചായിരുന്നു. ബിക്കോസ് അതൊരു ഈസി കാര്യമല്ല. അത് ക്യാമറയുടെ ഫ്രണ്ടിൽ ബോക്സിങ് പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തപ്പോൾ. ഇപ്പം അതുപോലെ തന്നെ സന്ദീപൊക്കെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പ്രോട്ടീൻ പൗഡറൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ പടത്തിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ട് ബെനിഫിറ്റ് ഉണ്ടായെന്നുള്ള രീതിയിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മുമ്പ് സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുമായിരുന്നു, പക്ഷെ അത് ഓരോരുത്തരൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ ഇൻടേക്ക് അറിയാതൊക്കെ ഇത് ചെയ്തിരുന്നത്. നമ്മൾ മെയിൻലി എല്ലാ ആർട്ടിസ്റ്റുകളും ട്രാൻസ്ഫോർമേഷനിലെ ഒരു കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡ് തന്നെ ആയിരുന്നു. ഈ പ്രൊഫഷണൽ ബോക്സിങ്ങും അമച്ചർ ബോക്സിങ്ങും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതിൽ ഏതാണ് ഇടി കൊള്ളുന്നത് കൂടുതൽ? അങ്ങനെയില്ല, അത് രണ്ടും ബോക്സിംഗ് ആണെങ്കിലും രണ്ടിൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഡിഫറെൻറ്റ്. ഇപ്പോൾ അമച്ചർ ബോക്സിംഗ് ആകുമ്പോഴത്തേക്കിനും ഹെഡ് ഗിയേഴ്സ് കാണും, അതിനകത്ത് പോയിന്റ് സ്കോറിംഗ് സിസ്റ്റം വേറെ ആയിരിക്കും, അത് ക്ലീൻ പഞ്ചസ് ആയിരിക്കണം, അങ്ങനത്തെ 3 റൗണ്ടേ കാണത്തുള്ളൂ. പക്ഷേ പ്രൊഫഷണൽ ബോക്സിംഗ് ആകുമ്പോൾ 12 റൗണ്ട്സ് കാണും. അത് 3 മിനിറ്റ് അത് 2 പേര് തമ്മിൽ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും, ഇന്നയാളെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പഞ്ചസിൻ്റെ എഫക്റ്റീവ്നെസ്, അഗ്രസീവ്നെസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ രണ്ടിൻ്റെയും നോക്കി കാണുന്ന രീതി രണ്ടാണ്. ഈ ഷൂട്ടിൽ കൊറിയോഗ്രാഫി ചെയ്യുമ്പം ഇടി കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നതാണോ പാട്? അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, അത് രണ്ടും പാടാം. ആദ്യത്തെ പ്ലാനിൽ റഹ്മാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇവരെ ബോക്സിംഗ് പഠിപ്പിക്കുക, ഒരു 2 to 3 months പറ്റുന്നത്രയും പഠിപ്പിക്കുക എന്നുള്ള ഒരു മോഡലാണ്. പിന്നെ ഒരു എൻ്റെ ആയപ്പോൾ ക്രൂ മുഴുവൻ ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ ട്രെയിനിങ് ഒരുമാതിരി നന്നായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഷിഫാസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ റഹ്മാനിക്ക് ഒരു പ്ലാനുണ്ട് കൊറിയോഗ്രാഫിയും കോച്ച്. അപ്പം എനിക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു, ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, കോച്ച് ചെയ്ത് നമുക്ക് തന്നെ ഡിസൈൻ എന്നുള്ളൊരു പ്ലാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും ഡിസൈൻ പയ്യെ തുടങ്ങി. അങ്ങനെയായിരുന്നു പരിപാടി. മൂവിയിലെ ഒഫീഷ്യൽ ഫൈറ്റ് മാസ്റ്റർ ആണ് കോച്ച്. ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു നേരത്തെ? ഇല്ല, ഓരോ ഫൈറ്റിൻ്റെയും സ്റ്റൈല്
ഓരോ ഫൈറ്റിനും ഒരു കഥ കാണുമല്ലോ. അപ്പോൾ അത് എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്നെ വിളിച്ച് ഇങ്ങനെ റെഫറൻസ് വീഡിയോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കാണും. ഇപ്പോൾ സ്റ്റൈലിസ്റ്റിക്കലി ഇന്നയാൾക്ക് ഇതാണ് ബെസ്റ്റ്, അപ്പം ആ ഒരു എക്സാക്ട്ലി കോപ്പി അടിക്കുമല്ലോ, അങ്ങനെ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളായിരുന്നു പരിപാടി. മൂവിയുടെ സ്ക്രിപ്റ്റ് ഞങ്ങൾ അറിഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത് ഇന്റർവ്യൂവിൽ റഹ്മാൻക്ക് മൂവിയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഞങ്ങളും മൂവിയുടെ കഥ അറിയുന്നത്. മൂവിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നതാണോ അല്ലെങ്കിൽ ഓഫ് സ്ക്രീനിൽ പ്രാക്ടീസ് ചെയ്യിക്കുന്നതാണോ കൂടുതൽ എളുപ്പം? എനിക്ക് തോന്നുന്നു മൂവിയിലായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട്. കാര്യം ഇവരൊന്നും ബോക്സേഴ്സ് അല്ലല്ലോ. മറ്റേ ബോക്സേഴ്സ് അതൊരു സ്ലോ പ്രോസസ്സാണ്. അത് ഏകദേശം ഒരു വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യമാണ് നമ്മൾ ഈ 3 മാസത്തിൽ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കി. അപ്പം ഡെഫിനറ്റ്ലി ഇതാണ് ഒന്നുകൂടെ എഫേർട്ട്. കാര്യം ഇവരൊന്നും ബോക്സേഴ്സ് അല്ല. അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇനീഷ്യലി ഇവരെ കൂടെ ഞാനും ബോക്സിങ് പഠിക്കാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ടെക്നിക്സ് പഠിക്കുമ്പോഴും കോച്ച് നമ്മളോട് പറയായിരുന്നു, ഇത് 3-ാമത്തെ 4-ാം മാസം പഠിപ്പിക്കേണ്ട സാധനമാണ് ഞാൻ നിങ്ങൾക്ക് 3rd 4th വീക്കിൽ പഠിപ്പിക്കുന്നതെന്ന്. അത് അത്രയും എഫേർട്ട് എടുത്തായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് പടത്തിന് 4-5 മാസമുള്ളൂ, എന്നാലും ഒരു പ്രോപ്പർ ഒരു ബോക്സർ പോലെ ഇവർ ബിഹേവ് ചെയ്യണം. അപ്പോൾ ഒരു ഓവറായിട്ട് അത്യാവശ്യം ട്രെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതായത് എനിക്ക് 1-2 മാസം ബേസിക് തന്നെയായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഇവരുടെ കൂടെ ട്രെയിൻ ചെയ്യുമായിരുന്നു. കാര്യം ഒന്ന് കണ്ടുപഠിക്കാൻ കൂടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ട്രെയിൻ ചെയ്ത ആ മാനറിസംസും നമ്മളുടെ ആ മൂവ്മെൻറ്റും ഒക്കെ ഇവർ ആക്ടേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ പിക്ക് ചെയ്യും കുറേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇതിപ്പം ബോക്സിങ്ങിൻ്റെ തല്ല് മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ നാടൻ തല്ല് അങ്ങനെയായിട്ടും ഉണ്ടോ? ഇതിനകത്ത് 2 എലമെൻസും ഉണ്ട്. ഇപ്പോൾ റിങ്ങിൽ നടക്കുന്നത് കൂടുതലും ടെക്നിക്കൽ പരിപാടികളാണെങ്കിൽ പുറത്ത് നടക്കുന്നത് ഇപ്പം മേ ബി ബോക്സർ വേഴ്സസ് സ്ട്രീറ്റ് ഫൈറ്റർ അങ്ങനത്തെ ഒരു മോഡിലായിരിക്കാം അത് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ റഹ്മാനൊപ്പം ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് ലക്ഷദ്വീപിൽ അല്ലേ? ആ, ഞങ്ങൾ സ്കൂബയുടെ ഒരു ബേസ് ലെവൽ സർട്ടിഫിക്കേഷൻ. ഡയറക്ടറുടെ ഗിഫ്റ്റ് ആയിരുന്നു ഇങ്ങനെയാണ്? അങ്ങനെയല്ല, ഞങ്ങളിങ്ങനെ ഇവിടെ ജിമ്മിൽ ഒരു ദിവസം ഇരുന്നപ്പോഴത്തേന് ഇങ്ങനെ റഹ്മാൻ പറഞ്ഞു എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു കോച്ചിന് സ്വിമ്മിങ് പഠിക്കണം, എന്നാൽ നമുക്ക് ലക്ഷദ്വീപിന് പോയേക്കാം, നമുക്ക് സ്കൂബ. ഞാൻ പറഞ്ഞു എനിക്ക് നീന്തൽ അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു നമുക്ക് അവിടെ പോയി പഠിക്കാം. അപ്പോൾ അന്നേരം ഷിഫാസും ഉണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ ട്രെയിൻ ചെയ്തിരിക്കുമ്പോഴത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയി. പക്ഷേ ഒരു ഫസ്റ്റ് ഡേയിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുണ്ടാണല്ലോ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഡെപ്തിലേക്ക് പോയത് കോച്ചാണ്, പുള്ളിയാണ്. ഞാനും റഹ്മാൻക്കല്ല. അവസാനം വെച്ചിട്ട് പുള്ളിക്കാർ പേടിയൊക്കെ മാറി. കംഫർട്ടബിളായി കോഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു റെസ്റ്റ് ഡേ ആയിരുന്നു. പുള്ളി ഞങ്ങളോട് പറയാതെ വെറുതെ പോയി ആ ടീമിൻ്റെ കൂടെ ഏറ്റവും ഡെപ്തിലോട്ട് പോയി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് രസമായിരുന്നു. അപ്പം 3 പേരും കൂടെ പോയതുകൊണ്ട് അതിൻ്റെ ഒരു ആ ഫൺ എലമെന്റ് കുറേ ഉണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. റഹ്മാന്റെ ബർത്ത്ഡേ ആ സമയത്തായിരുന്നോ? അതെ 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 അതെ. അപ്പൊ അതിന്റെ ഒരു സർപ്രൈസ് ആയിട്ട് അവര് അണ്ടർ വാട്ടറിൽ ഒരു അവരുടെ ഒരു രീതിയിൽ ഒരു സർപ്രൈസ് തരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് വെള്ളത്തിനടിയിൽ നിന്ന് ഫ്ലെക്സ് ഒക്കെ നോക്കിയിട്ട് നടത്തിയായിരുന്നു. നെസ്ലന്റെ മേക്ക് ഓവർ ആണ് കൂടുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത അജിത്തിന്റെ അടുത്തായിരുന്നു. നെസ്ലിൻ ആക്ച്വലി ഈ മൂവി തുടങ്ങുന്നത് വരെ എൻ്റെ ഫ്രണ്ട് അജിത്തിന്റെ കൂടെ ആയിരുന്നു ട്രെയിൻ ചെയ്തിരുന്നത്. മൂവി ഷൂട്ട് തുടങ്ങി ലൊക്കേഷൻ മുതലായിരുന്നു. നമ്മൾ അങ്ങനെ ഒരാളെ ട്രെയിൻ ചെയ്യാമെന്നല്ല, നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റിലും ഞാൻ ഇവിടുന്ന് ലൊക്കേഷനിലോട്ട് പോകും, എവിടെയാണോ ട്രെയിനിങ് നടക്കുന്നത് അങ്ങോട്ടേക്ക് പോകും, അവിടെ പോലും ട്രെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയായിരുന്നു ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നെസ്ലിന്നല്ല ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അത്ര ലൊക്കേഷനിലാണെങ്കിൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു. കാരണം ലൊക്കേഷനിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, ഷൂട്ടിൻ്റെ ഒരുപാട് സ്ട്രെസ് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് ഡയറ്റ് വിടാനുള്ള ചാൻസസ് കൂടുതലാണ്. ചിലപ്പോൾ ലൈറ്റ് നൈറ്റ് ഷൂട്ട് പോകും. അപ്പോൾ ലൊക്കേഷനിലെ ഫുഡ് നമുക്ക് അറിയാലോ, എല്ലാ ടൈപ്പ് ഫുഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ മുമ്പിൽ നിന്നാണ് ഇവരുടെ ഡയറ്റ് ഫുഡ്. കാരണം നമ്മൾ ലൊക്കേഷനിൽ അവരെ ഷെഫിനോട് സെപ്പറേറ്റ്ലി ഈ ആർട്ടിസ്റ്റുകൾക്ക് വേറെ തന്നെ ഒരു കുക്കിംഗ് സ്റ്റൈലിലായിരുന്നു ഫുഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ മറ്റുള്ള ആൾക്കാർ മറ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് നോക്കി എന്നിട്ട് ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നെസ്ലിനാണെങ്കിലും ലുക്മാനാണെങ്കിലും അതിൽ പ്രോപ്പർലി ഡയറ്റ് ഫോളോ ചെയ്യേണ്ട 4-5 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അവർ അത്യാവശ്യം എഫേർട്ട് എടുക്കുന്നത് ചില സമയത്തൊക്കെ നമ്മോട് പറയും, ഞാൻ ഈ ഒരു സാധനം കുറച്ച് കഴിച്ചോട്ടെ എന്ന് കേൾക്കും. അപ്പോൾ നമ്മളൊക്കെ അന്നത്തെ ഒരു കാലറി ട്രാക്ക് എല്ലാവരും കാലറി ട്രാക്ക് ചെയ്തിട്ട് പോയായിരുന്നു. അപ്പോൾ ഓക്കെ ആ കാലറി ഉള്ളിൽ നിൽക്കുന്ന എന്തെങ്കിലും ചീറ്റിംഗ് ഫുഡ് നമുക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ ലുക്മാൻ ഇതിനകത്ത് കോച്ചായിട്ടാണല്ലോ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോച്ചിന് കൊടുക്കുന്ന കോച്ചിങ് എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, ഇനീഷ്യലി ലുക്മാന് കോച്ച് എന്നുള്ള ഒരു കാര്യമായിരുന്നില്ല, അതൊരു വേറൊരു റോളായിരുന്നു. അപ്പം പകുതിയൊക്കെ ആയപ്പോഴാണ് റഹ്മാൻക ക്യാരക്ടറിൽ അങ്ങോട്ട് ചെറിയ സ്വിച്ച് ചെയ്തു. അതുകൊണ്ട് വരും നീ ഇനി ബോക്സ് അല്ല, പക്ഷേ ഒരു ബോക്സർ അല്ല, ഇനി ഒരു ബോക്സിങ് കോച്ചാണ്. സോ പക്ഷേ നീ എന്നും ട്രെയിനിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് കോച്ചാണെങ്കിൽ പോലും പ്രോപ്പർലി ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നു. കാരണം
ഈ പിന്നെ അവസാനം വെച്ച് ലുക്മാന്റെ ഫോക്കസ് ചെയ്യുന്നത് ബോക്സിങ്ങിനല്ല, കോച്ച് എന്തൊക്കെയാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, കോച്ചിന്റെ മാനേഴ്സ് ഞങ്ങൾ ഞാൻ പഠിക്കുക. ചില യൂസ് ചെയ്യുന്ന ചില ടേംസ്, ടേംസ് പിന്നെ ഗസ്റ്റേഴ്സ് ഒക്കെ. അതെ, ജസ്റ്റേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്നോട് പറയായിരുന്നു കോച്ച് അങ്ങനെ ചെയ്യും, അത് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കും. കോച്ചിന്റെ പോസ്റ്റർ, പുള്ളി നിൽക്കുന്ന സ്റ്റൈല്, പോസ്റ്റർ എല്ലാം പുള്ളി വാച്ച് ചെയ്യായിരുന്നു. ഈ റഹ്മാൻ ആസ് എ ഡയറക്ടർ നോക്കി കാണുന്ന ഒരു ക്വാളിറ്റി എന്താ? ആളുടെ ഭയങ്കര ബ്രില്യൻ്റ് ആണ് എന്നെ സംബന്ധിച്ച്. അതായത് ആ ബ്രില്യൻസ് കാരണമാണ് ഈ ഭൂമിക്കകത്തെ ബോക്സിംഗ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് ഇപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ട് ചലഞ്ച് ചെയ്യും. കാര്യം ബിക്കോസ് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു 80% ഒരു സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും പുള്ളി പറയുന്നത്. പക്ഷേ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് പുള്ളി അത് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ആക്ച്വലി പുള്ളിയുടെ ഭയങ്കര ഫാനായിരുന്നു എൻ്റെ ട്രെയിനിങ്ങിന് വരുന്നതായിട്ട് മുമ്പ്. ഇപ്പോഴും ഫാനല്ലാന്നല്ല. അപ്പോൾ ഞാൻ ഈ അനുരാഗ് കരിക്കും വെള്ളം ഉണ്ട മൂവിയൊക്കെ ഭയങ്കര ഫാനാണ്. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിനൊക്കെ വന്നു. അപ്പോൾ ഞാൻ ബിഗിനിങ്ങിൽ 1-2 സെഷൻസൊക്കെ ഭയങ്കര റെസ്പെക്റ്റിലൊക്കെ ട്രെയിൻ ചെയ്ത് തന്നു. പക്ഷെ 2-3 സെഷൻ കഴിഞ്ഞേക്കാൻ നമ്മുടെ സെയിം വൈബിലേക്ക് എത്തി. അതായത് എനിക്ക് പുറത്തുള്ള ആൾക്കാർക്ക് റഹ്മാൻ ഖാലിദ് എന്താണോ അല്ല അതുപോലെ എല്ലാം നേരിട്ട് പരിചയപ്പെടുന്ന ഒരാൾക്ക് ഭയങ്കര നമ്മളെ ഏതൊരാൾക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. സെറ്റിൽ എങ്ങനെയായിരുന്നു? സെറ്റിൽ എല്ലാവരും ലൈക്ക് ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയതുകൊണ്ട് എല്ലാവരും പിന്നെ ഒരു ലൈക്ക് മൈൻഡഡ് ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ലൊക്കേഷനിൽ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനായിട്ടോ അല്ലെങ്കിൽ ടെക്നീഷ്യനായിട്ടോ ഭയങ്കര മൈക്കിലൊക്കെ ചീത്ത പറയും പുള്ളി. 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ചായ കുടിക്കണ്ടാവും. ഈ ചീത്ത പറഞ്ഞ കേട്ട ആളും റഹ്മാനിക്ക് കൂടി ചിലപ്പോൾ ചായ കുടിക്കണ്ട ഒരുമിച്ച്. അപ്പോൾ എല്ലാവർക്കും അറിയാം പുള്ളി എന്തെങ്കിലും ചിലപ്പോൾ ചൂടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വോക്കിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ പെട്ടെന്ന് ആൾ സ്വിച്ചായിട്ട് നോർമലിലേക്ക് എത്തും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു.